യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തയേശുവിൽ ഉള്ള പ്രഭാത വന്ദനത്തെ നേരുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള ഭാഗം കൃപയുടെയും ശക്തിയുടെയും പ്രത്യേക ധ്യാനം എന്ന ആവശ്യം. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇവിടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ സാത്താൻ പ്രവർത്തിക്കുന്നതായ ചില സാഹചര്യങ്ങളെക്കുറിച്ചും ചില രീതികളെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തു നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സാത്താൻ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താനിൽ കൂടെ പ്രവർത്തിക്കുന്നതായ അല്ലെങ്കിൽ മനുഷ്യനിൽ കൂടെ ഇന്ന് പ്രവർത്തിക്കുന്നതായ അധർമ്മങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്നതായിട്ട് തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയിലും മനുഷ്യൻ ആകൃഷ്ടനാകുന്നു എന്നുള്ളതായ സത്യസന്ധമായ കാര്യാദികൾ ഇവിടെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ ആയിരുന്ന സമയം മുതലേ മനുഷ്യനെ വഞ്ചിക്കുവാൻ വേണ്ടി സാത്താൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ആയിരിക്കുന്ന സമയത്ത് ഭക്ഷണത്തിലൂടെ അവരെ പരീക്ഷിക്കുകയും ഭക്ഷണത്തിലൂടെ അവരെ നശിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചതിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിനോട് സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന് പറയുകയാണ്, കല്ലിനോട് അപ്പമായി തീരുക. ഇവിടെ ഭക്ഷണപാനീയങ്ങളിൽ മനുഷ്യൻ ആകർഷ്ടനാകുമ്പോൾ സാത്താന്റെ കുടിലതന്ത്രങ്ങളിലേക്ക് മനുഷ്യൻ വീണു പോകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ പറയുന്നത് അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത് സാത്താൻ താൻ വിളിച്ച ദൂതന്റെ വേഷവും ധരിക്കുന്നു. ഇന്ന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യനെ വഞ്ചിക്കുവാൻ വേണ്ടി സാത്താൻ സജ്ജമായി ഇരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ അവൻ സാത്താന്റെ കെണിയിൽ അകപ്പെടുകയും അവൻ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നതായ അനാരോഗ്യകരമായ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷ്ടനാവുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ സാത്താന്റെ പ്രവൃത്തികളെ കുറിച്ച് തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഇണയില്ല പിണ കൂടുന്നത് മനുഷ്യനെ അധർമ്മത്തിലേക്ക് നയിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശിംശോൻ എന്ന് പറയുന്നതായ ആരോഗ്യമുള്ളതായ ചെറുപ്പക്കാരൻ, വേദപുസ്തകത്തിന്റെ പേരുകളിൽ എഴുതപ്പെട്ടതായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ശിംശോൻ ദലീല എന്ന് പറയുന്നതായ യുവതിയുടെ സൗന്ദര്യത്തിലേക്ക് ആകർഷ്ടനാവുകയും ഇണയില്ല പിണ കൂടുകയും ചെയ്തു. ഇവിടെ ദൈവത്തിന്റെ പദ്ധതിയിൽ പ്രകാരം ശിംശോന്റെ ആരോഗ്യം നിലനിന്നിരുന്നത് തലമുടിയിലായിരുന്നു. തൻ്റെ സൗന്ദര്യവതിയായ ഭാര്യയുടെ വാക്കുകൾ കേട്ട ശിംശോൻ അവസാന നിമിഷത്തിൽ ശിംശോൻ പറയുകയാണ്, എൻ്റെ ആരോഗ്യം ഇരിക്കുന്നത് എൻ്റെ തലമുടിയിലാണ്. ആയതിനാൽ ഈ ഒരു ചരിത്രത്തിൽ നിന്നും ഈ ഒരു സംഭവ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം നമ്മളിൽ രഹസ്യമായി സൂക്ഷിക്കുവാൻ പറഞ്ഞിരിക്കുന്നതായ കാര്യാദികൾ നമ്മൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. അല്ല എങ്കിൽ നമ്മൾ അധർമ്മത്തിന്റെ കെണിയിലേക്ക് വീണു പോകുന്നു എന്ന് തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു: കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ലോകത്താണ്. ഇന്ന് ഈ വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും കാണുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നും വരുന്നതാണോ എന്നും സാത്താനിൽ നിന്നും വരുന്നതാണോ എന്നും നമ്മൾ ശോധന ചെയ്ത് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അടയാളങ്ങളും അത്ഭുതങ്ങളും, എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവത്തിൽ നിന്നും വരുന്നതല്ല. കണ്ണിന് ഇമ്പമായ, ചെവിക്ക് കേൾക്കാൻ ഇമ്പമായ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമാണ് സാത്താനിൽ നിന്നും
ഈ ലോകത്തിൽ പ്രവഹിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് വീണ്ടും ഇങ്ങനെ പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു. നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ സൃഷ്ടിതാവായ ദൈവം നമ്മോട് പറയുന്നത്, സാത്താന്റെ കെണിയിൽ അകപ്പെടാതിരിക്കുന്നതായ ഓരോ യുവതി യുവാക്കളോടും, ഓരോ വാർദ്ധക്യം ചെന്നതായ മനുഷ്യരോടും, ഓരോ ശിശുക്കളോടും കർത്താവ് പറയുകയാണ്, കർത്താവ് നമ്മെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ അഭിഷേകം പ്രാപിക്കാത്തവരാണ് സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകുന്നത്. വീണ്ടും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സാത്താൻ താൻ വിളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു. സാത്താൻ അധർമ്മത്തിന്റെ പ്രതീകമാണ്. അവൻ കള്ളത്തിന്റെയും മോഷണത്തിന്റെയും പോഷ്കിന്റെയും പിതാവാണ്. ഈ തിരുവചന ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് സാത്താനോട് എതിർക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. തിരുവചനങ്ങളെ മാനിച്ചുകൊണ്ട്, തിരുവചനങ്ങൾക്ക് കീഴ്പ്പെട്ട് സാത്താന്റെ കുടിലതന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ അങ്ങ് അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.